എനിക്ക് പറയൂ. എന്താ അറിയില്ല, ഇപ്രാവശ്യം വരാനുള്ളൊന്നും വന്നില്ല. ആരാ വരാഞ്ഞേ? മാസത്തില് വരുന്നേ വന്നില്ല. ഓ അങ്ങനെ. വിഷം കാലത്ത് എന്തോ ഒപ്പിച്ചു വന്നിക്കണം. ഹസ്ബൻഡ് നാട്ടിലുണ്ടോ? മൂപ്പരാ കൊറോണ ആ സമയത്ത് വന്നാലേ പിന്നെ പോയില്ല. പിന്നെ ഇവിടെ തന്നെ കൂടി. എന്റെ പുതിയാപ്പിള മാത്രല്ലല്ലോ, എത്ര ആൾക്കാർ പിന്നെ പോവാത്തുണ്ട്. എത്ര ദിവസം വൈകി? 4 ദിവസം. കൃത്യത്തിൽ മെൻസസ് വരും. കൃത്യത്തിൽ വരലുണ്ട്. വരാഞ്ഞപ്പോ ഒരു അടിഞ്ഞാറ്. എന്തിനാ ഇപ്പൊ ഇത്ര ബേജാറ്? 40 കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അതെന്താ ഈ ബേജാറാവണേ? നിങ്ങക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ പിന്നെ മേലൊന്നായിട്ട് നീരൊക്കെ വരുന്നുണ്ട്, നല്ല കനൊക്കെ കൂടിയാണ്. കറക്റ്റ് വരാഞ്ഞാലും ഒരു അടിഞ്ഞാറ് തന്നെ. എന്തോ പേടി കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ മൂത്രം ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മരുന്ന് എഴുതിയേരി. നിങ്ങൾക്ക് ഇത് വന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ അനങ്ങുമ്പോത്തിനുണ്ട് ടെസ്റ്റ്. എല്ലാ ഡോക്ടർമാർക്കുള്ള എന്തോ ഒരു അസുഖം പറഞ്ഞാൽ അപ്പോൾ മൂത്രം ടെസ്റ്റ് ചെയ്യണം, എന്താ ചോര ടെസ്റ്റ് ചെയ്യണം, ഒക്കെ ടെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചാലല്ലേ മരുന്ന് ചെയ്തുള്ളൂ. ആദ്യം നിങ്ങളൊന്ന് മൂത്രം ടെസ്റ്റ് ചെയ്തിട്ട് വാ. അല്ലെ സ്കാൻ ചെയ്യണോ? അപ്പോളേ ഉറപ്പുണ്ട്. ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്കാനിങ് അടുത്ത് സിറ്റി സ്കാനിങ് മറ്റേത് ചെറിയൊരു കോൺക്രീറ്റിന് വന്നപ്പോൾ നിങ്ങളാ മരുന്ന് എഴുതുന്നാണ്. നിങ്ങൾ എന്തായാലും മൂത്രം ടെസ്റ്റ് ചെയ്യൂല. എൻ്റെ പുന്നാര താത്തേ, നോക്കി നിങ്ങളെ ഭർത്താവ് നാട്ടിലാണ്, നിങ്ങൾ രണ്ടാളും ഒന്നിച്ച് കിടക്കണില്ലേ? അപ്പം പിന്നെ ഗർഭമാവാൻ ചാൻസ് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മൂത്രം ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഒന്നിച്ച് കിടക്കുമ്പോൾ അതിന് ഗർഭം ഉണ്ടാവില്ല ഡോക്ടറെ? അല്ല പിന്നെ എന്തായാലും നിങ്ങൾ ഇത്ര സ്ട്രോങ് ആയിട്ട് മൂത്രം ടെസ്റ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് ഞാനൊരു ഗുളിക എഴുതാം. ഈ ഗുളികൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗർഭമാണെങ്കിൽ ആ ഗർഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഗർഭം അല്ല എന്നുണ്ടെങ്കിൽ, അതായത് വെറുതെ മെൻസസ് വൈകിയതാണ് എന്നുണ്ടെങ്കിൽ മാസമുറ ആവുകയും ചെയ്യും. അങ്ങനത്തെ ഗുളിക ഞാൻ എഴുതാം. ഓക്കെ? നിങ്ങൾ ഈ ഗർഭത്തിൽ നിന്ന് വിട്ടില്ല. ഏതല്ലേ ഞാൻ മൂത്രം ടെസ്റ്റ് ചെയ്ത് തരാം. ആയിക്കോട്ടെ, ടെസ്റ്റ് ചെയ്തിട്ട് വാ. എപ്പോഴും മൂത്രം വെച്ചിട്ടുള്ളൂ. അതാ എന്നാൽ കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ മൂത്രമായി. വെള്ളം കുടിച്ചുമ്പോൾ ചത്തിച്ചാൻ വരാം. അതെ, പോയി നോക്കട്ടെ. ഏതായാലും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 2 ഉള്ളി കിട്ടിയാൽ കിട്ടി. എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്തോളി. പിന്നെ നിങ്ങളുടെ മൂത്രത്തിലാണല്ലോ എൻ്റെ ഭാഗ്യം തെളിയാൻ പോണത്.